മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഈ തവണ നമ്മൾ ഒവേരിയൻ ആൻഡ് യൂട്രൈൻ ട്യൂമേഴ്സും ഫൈബ്രോയിഡ്സുമാണ് നമ്മുടെ വിഷയം. ഡോക്ടർ ജോളി ആണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ എങ്ങനെയാണ് ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മരുന്നും ശസ്ത്രക്രിയയും കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരിക്കും ചികിത്സ ഒരേ അസുഖത്തിനും ഒരേ സ്റ്റേജിനും ചികിത്സ ഒന്നാണെങ്കിലും പേഷ്യൻസ് തമ്മിൽ അതിൻ്റെ റിസൾട്ട് ഔട്ട്കമ്മിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ബയോളജിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ജീവിതശൈലി കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കൂടെയാണ്. അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടെ ഇന്ന് ഉണ്ട്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിനോട് ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ ഡോക്ടർ ജോളി തോംസൺ. ഞാൻ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD റീപ്രൊഡക്റ്റീവ് മെഡിസിനിലാണ്. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ട്രെയിനിങ്ങുകളും ചെയ്തിരുന്നു. അപ്പോൾ ഇതിപ്പം യൂട്രസും ഒവേറിയൻ ക്യാൻസേഴ്സും ഒവേറിയൻ ട്യൂമേഴ്സും യൂട്രൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ഏർലി പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം കൂടി ഈ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയും കൂടി ആയിരുന്നു, അതായത് വന്ധ്യത സംബന്ധമായിട്ടുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ പ്രാക്ടീസിൽ വരുന്നത്. അവിടെയും ജീവിതശൈലിയും കറക്ഷനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം ബേസിക്കലി ഈ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിന് ജീവിതശൈലി കറക്ഷൻ കൊടുത്താണ് ഞാൻ ഈ ജീവിതശൈലി കറക്ഷൻ്റെ ഇത്ര ഇഫക്റ്റീവ് ആണെന്നുള്ള ഒരു നോളജിലേക്ക് തന്നെ വരികയും പിന്നെ ഫുൾ ടൈം എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയും കറക്ഷനിലേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോട്ടോക്കോൾ ഉണ്ടാക്കി ഒരു CSLC ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ എന്നുള്ളത് ഉണ്ടാക്കി അത് വെച്ചിട്ട് ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല വന്ധ്യതയോ അല്ലെങ്കിൽ ഒബേസിറ്റിയും പോലെയുള്ളത് മാത്രമല്ല മറ്റ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനത്തെ ഹാർട്ട് ഡിസീസ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെ എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഓവറിയും യൂട്രസും തമ്മിലുള്ള ക്യാൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട മുഴകൾക്കുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനം കൊടുത്തിരുന്നത് ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാനും കൂടെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വളരെ യങ് ലേഡീസിന് മുതൽ 28, 10, 25, 28, 30 വയസ്സ് അപ്പോഴേക്കും ഫാമിലി കുട്ടികളൊന്നും ആകുന്നതിന് മുമ്പ് തന്നെ പലരും ക്യാൻസറും മറ്റു ഒവേറിയൻ ട്യൂമറും യൂട്രൈൻ ഫൈബ്രോയിഡ്സും ഒക്കെ കാണുന്നുണ്ട്. അപ്പം അതിലും കൂടെ അതിന് എങ്ങനെ അവരുടെ ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതും കൂടെ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ എന്താണ് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്? യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ലേഡീസിൽ വരുന്ന മുഴകളാണ്, യൂട്രസിൽ വരുന്നതാണ്. അത് നമുക്കറിയാം യൂട്രസ് ഉണ്ടാക്കിയിരിക്കുന്ന മെയിൻലി മസിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ലൈനിങ് ആണ് എൻഡോമെട്രിയം വരുന്നത്. ഇപ്പോൾ ഈ മസിലിൽ വരുന്ന ഒരു മുഴയാണ്. പക്ഷേ ഫൈബ്രോയിഡ്സ് സാധാരണ ക്യാൻസറസ് അല്ല. ക്യാൻസറായിട്ടുള്ള ഒരു മസിലിൽ വരുന്ന മുഴയുണ്ട്, അത് സാർക്കോമ എന്ന് പറയും. അത് ശരിക്കും അത് ഫൈബ്രോയിഡിൽ നല്ലത് സാർക്കോമയായിട്ട് വളരുന്നത്. യൂഷ്വലി അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്. കാരണം ഇതിൻ്റെ എല്ലാം ഈ മുഴകൾക്കെല്ലാം ഓരോ ജെനറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ ജെനറ്റിക്സിൽ നിന്ന് വരുന്നതാണ് ഈ അതിലെ ക്രോമസോമൽ. ശരിക്കും ഫൈബ്രോയിഡ്സിൽ വരുന്നൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി വരികയാണ് അവിടുത്തെ ആ ഫൈബ്രോയിഡ്സിന് മാത്രം, ബോഡിയിൽ മൊത്തമല്ല. അവിടുത്തെ സെല്ലുകൾക്ക് ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി വരികയാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റി വരുന്നത് ബേസിക്കലി എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടോക്സിന് അല്ലെങ്കിൽ ഹോർമോൺസ് ഈ യൂട്രസും ഈ റീപ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഹോർമോൺസ്, നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈ 2 ഹോർമോൺസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഹോർമോൺസിൽ വരുന്ന ഇംബാലൻസ് കൊണ്ടും അതുപോലെ നെക്സ്റ്റ് ടോക്സിൻസും അതുപോലെ ഈ നമ്മുടെ ഓവർ വെയ്റ്റ്, എക്സസ് ഫാറ്റ് ഉണ്ട്, അത് നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഫാറ്റാണ് നമുക്ക് ഓവർ വെയ്റ്റ് ആണ് ഫാറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം. പിന്നെ ഇന്നത്തെ പൊള്യൂട്ടൻസ് ഒത്തിരി ഈ ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാമാണ് ഫൈബ്രോയിഡ്സിന് കാരണമാണ്. പക്ഷേ യൂഷ്വലി ഇത് ബിനൈൻ ആണ്, ബിനൈൻ ട്യൂമേഴ്സ്, നോൺ ക്യാൻസറസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിലേക്ക് ഒരു ക്യാൻസറസ് ചേഞ്ച് വരാനും സാധ്യത അധികം ഇല്ലെന്നാണ് പറയുന്നത്. ക്യാൻസറായിട്ടുള്ള
ഇത് സർക്കോമയുണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് അത് വളർന്നു വരുന്നതെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്നു അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റാണ് ഇതിൻ്റെ ഈ ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയുള്ളത്? ഏർലി ഡയഗ്നോസിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അബ്ഡോമിനൽ സ്കാനാണ്. നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുമല്ലോ. അത് താരതമ്യേന ചിലവ് കുറവാണ്, അതിന് പ്രത്യേകിച്ച് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനാണ് ഏറ്റവും ഏർലി ഡിറ്റക്ഷന്. പിന്നെ സാധാരണ നമ്മൾ പെൽവിക് എക്സാമിനേഷൻ ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നത് പെൽവിക് നമ്മൾ വെജിനൽ എക്സാമിനേഷൻ ചെയ്തും അറിയാം. പക്ഷെ അതൊരു കുറച്ച് വളർന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു സാമാന്യം സൈസിലേക്ക് എത്തിയാൽ മാത്രമേ വെജിനൽ എക്സാമിനേഷൻ വഴി, ഈവൻ ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ വയറെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടേഴ്സിനെ പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. ബട്ട് ഏറ്റവും ഏർലി ആയിട്ട് കണ്ടുപിടിക്കുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് കണ്ടുപിടിക്കും. ഈ ഫൈബ്രോയിഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഏറ്റവും ഫിയർ വരുന്നത് ഈ ഫൈബ്രോയിഡ്സ് ക്യാൻസറായി മാറുമോ എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ മാറുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അയാൾക്ക് അതൊരു ഫിയർ ഉണ്ട്. അപ്പം എന്താണ് അതിൻ്റെ ആക്ച്വൽ സിറ്റുവേഷൻ? ഫൈബ്രോയിഡ്സ് ചെറുതാണെങ്കിൽ നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എടുത്തു കളയാൻ പോകണ്ട. അല്ലെ, നമുക്ക് ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് സർജിക്കലായിട്ട് കാണുന്നത്. ഒന്ന്, ഫൈബ്രോയിഡിനെ തന്നെ എടുത്തു കളയുന്ന മയോമെക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്യും. അത് നമ്മൾ ലാപ്രോസ്കോപ്പിക് ആയിട്ടും ചെയ്യാം, അതുപോലെ ഓപ്പൺ സർജറി ആയിട്ടും ചെയ്യാം. പിന്നെ ഉള്ളത് യൂട്രസ് തന്നെ എടുത്തു കളയുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് തരം മരുന്നുകളും ഉണ്ട്. അതുപോലെ പിന്നെ എംബോളൈസേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലെല്ലാത്തിലും അതിൻ്റേതായ സൈഡ് ഇഫക്റ്റും ഉണ്ട്. മരുന്നുകൾക്കാണെങ്കിൽ മരുന്നുകളെല്ലാം തന്നെ ഈ നമ്മുടെ ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്യുന്ന തരം മരുന്നാണ്. അപ്പോൾ അതൊരു മാസത്തിലൊന്ന് എടുക്കുന്ന GnRH അഗനിസ്റ്റ് എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ടാബ്ലറ്റ് ആയിട്ടുള്ളതുണ്ട്, അരോമാറ്റേസ് ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള ടാബ്ലറ്റ് ഉണ്ട്. പക്ഷെ എല്ലാത്തിനും അതിൻ്റേതായ സൈഡ് ഇഫക്റ്റും ഉണ്ട്. അപ്പം നമ്മൾ ചെറിയ ഫൈബ്രോയിഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സിംറ്റമാറ്റിക് അല്ലാത്ത, പിന്നെ സിംറ്റം ഉണ്ടാകുന്നത് തന്നെ ആ ഫൈബ്രോയിഡ് പുറത്തേക്കാണോ വളരുന്നത് അതോ ഉള്ളിലേക്കാണോ വളരുന്നതെന്നനുസരിച്ച്. സബ് മ്യൂക്കോസ ഫൈബ്രോയിഡ്സ്, അതായത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ് ചിലപ്പോൾ ഒത്തിരി വലിപ്പമൊന്നുമില്ല, 2-3 സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളിൽ പോലും അത് ബ്ലീഡിങ് ഉണ്ടാക്കാം. പക്ഷേ ഈ മസിലിനകത്തേക്കോ അല്ലെ അത് പുറത്തേക്ക് വയറിനകത്തേക്ക് അതിൻ്റെ സർഫസിലേക്കാണോ വളരുന്നതെന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി സിംറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ക്യാൻസർ ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഫൈബ്രോയിഡ്സിനൊന്നും എടുക്കാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഈ യൂട്രസ് എടുത്ത് കളയുന്നത് ഈ ഫൈബ്രോയിഡ്സിന് വേണ്ടിയാണ്. ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടാവും, ഇപ്പം 2 കുട്ടികളുമായി, ഇനിയിപ്പോൾ എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്, ക്യാൻസർ വന്നാലോ എന്ന് പറഞ്ഞ് എടുത്ത് കളയുന്നൊരു ടെൻഡൻസി ഉണ്ട്. ഫൈബ്രോയിഡിന് വേണ്ടി ഒരിക്കലും എടുത്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വലുതായിട്ടുള്ള ഫൈബ്രോയിഡ്സ് പോലും ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയുള്ളവരായിരുന്നു എൻ്റെ അടുത്ത് കൂടുതൽ വരാറുള്ളത്. ഇപ്പോഴാണേലും യൂട്രസ് എടുത്ത് കളയാൻ പേടിയാണ്, അതിൻ്റെ സർജറിയും അതിനെക്കുറിച്ചുള്ള ഫിയർ. പിന്നെ പലപ്പോഴും യൂട്രസ് എടുക്കുമ്പോൾ അവരുടെ സെക്ഷൽ ഫങ്ഷൻ, ഫെർട്ടിലിറ്റിയുടെ ആവശ്യമില്ലാത്തവർക്ക് പോലും സെക്ഷൽ ഫങ്ഷനും അതുപോലെ യൂറിനറി പ്രോബ്ലംസും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. എല്ലാവർക്കും വരുമെന്നല്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും ഒരു സർജറി ഒഴിവാക്കാനും വേണ്ടിയിട്ട് പലരും നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ആ മെൻപോസ് ആകുന്നോടം വരെ നമ്മൾ ആ പീരിയഡ്സ് കറക്റ്റാക്കി കൊണ്ടുപോകും. പലപ്പോഴും ഫൈബ്രോയിഡ് ഉള്ളതിൻ്റെ പേരിലായിരിക്കുകയില്ല, ഫൈബ്രോയിഡ് വളരെ റെയറായിട്ട് ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കുകയുള്ളൂ. അതും ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അല്ലാതെ ഫൈബ്രോയിഡ് കൊണ്ടല്ല, അല്ലാതെ അതിൻ്റെ കൂടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്ന് എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ വരുന്നതുകൊണ്ടാണ് പലർക്കും ഈ ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഈ ഫൈബ്രോയിഡിന് വേണ്ടിയിട്ടുള്ള കറക്ഷൻ്റെ കൂടെ എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ കറക്റ്റ് ചെയ്യാനും കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഹിസ്റ്റക്ടമി ഒഴിവാക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന 90% ഓഫ് ദ ഹിസ്റ്റക്ടമി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഫൈബ്രോയിഡിൻ്റെ പേരിലോ അല്ലെങ്കിൽ യൂട്രൈൻ ബ്ലീഡിങ്ങിൻ്റെ പേരിലോ ഉള്ളത് 90% നമുക്ക് ഒഴിവാക്കാം. ശരിക്കും ഈ ഫൈബ്രോയിഡ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അത്ര അധികം പെർസെൻറ്റേജ് 50%, 70% ഒക്കെ ഉള്ള ആൾക്കാരിൽ ഒരു 50 years ആകുമ്പോഴത്തേക്കും ഫൈബ്രോയിഡ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഫൈബ്രോയിഡ്സ് കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈലായിട്ട് വല്ല ബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി ഫൈബ്രോയിഡ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു കാര്യവും അങ്ങ് വലുതായി, ഇപ്പം ഫൈബ്രോയിഡ് ഒരു സ്മോളായിട്ട് 1 centimeter 2 centimeter തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ജനറലി
എല്ലാവരും ഒരു ടീനേജ് കഴിയുന്ന സമയത്ത് നമ്മളൊരു 10, 20, 22 വയസ്സ് ഓർ മാരേജിന് തൊട്ട് മുമ്പോ അല്ല ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഒരു 20 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഫൈബ്രോയിഡ് വല്ലതും കാണുകയാണെങ്കിൽ ഫൈബ്രോയിഡോ ഓവറിൽ ട്യൂമറോ അല്ലെങ്കിൽ സിസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സർജറി ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യണം. ഈ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള കാരണവും പ്രൈമറി ജീവിതശൈലിയിലെ അപാകതകളാണ്. അപ്പോൾ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. അപ്പം നമ്മളൊരു ഡീറ്റെയിൽഡ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ജനറൽ എക്സാമിനേഷൻ ചെയ്യും. ചിലർ ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാനും പറയും ഫൈബ്രോയിഡ് ഉണ്ട്, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വിടുകയുള്ളൂ. പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ ഒന്നും ആകാൻ പോകുന്നില്ലെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അതിന് വേറെ അതിനൊരു മരുന്നായിട്ട് ആർക്കും തരാൻ പറ്റില്ല. കാരണം മരുന്നുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗുളികയും ഇതുമൊക്കെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ അത് എടുക്കാനും പറ്റുള്ളൂ. അത് നിർത്തി കഴിയുമ്പോൾ അത് തിരിച്ചു വളർന്നു വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പം നമ്മുടെ ന്യൂട്രീഷനിൽ എന്താണ് കുറവുള്ളത്, നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് കൂടുതലുണ്ടോ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ, ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അല്ലാതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ വെറുതെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം ഉള്ളത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും 3, 4 എണ്ണം ആയിട്ടുണ്ടാകും. അതും ചെറുതായിരിക്കും. അപ്പോൾ അതിനും യൂട്രസ് എടുത്ത് കളയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് യൂട്രസ് വേണ്ടതാണല്ലോ. എന്നുള്ള ആൾക്കാർക്ക് യൂട്രസ് വേണ്ടതാണ്. ഇവൻ പ്രായമുള്ളവർക്കാണെങ്കിൽ പോലും പ്രഗ്നൻസിയുടെ ആവശ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ യൂട്രസ് പല ഫങ്ഷൻസും ഉണ്ട്. പലതും നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തതും ഉണ്ടാകും. അത് മാത്രമല്ല അത് സ്റ്റെം സെല്ലിൻ്റെ ഒരു റിസർവും കൂടെയാണ്. ഈ സ്റ്റെംസ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നമുക്ക് വീണ്ടും സെല്ലിൻ്റെ ബോഡിയുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂട്രിൻ്റെ റിസർവിന് വേണ്ടി മാത്രമല്ല, അതിനകത്ത് ഫൈബ്രോബ്ലാസ്റ്റ് ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസർവ് ആയിട്ടും ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഇതുണ്ടാവും. നമ്മൾ അറിയാൻ മേലാത്ത പല ഫങ്ഷനും ഉണ്ടാവും. ജസ്റ്റ് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമാവില്ല യൂട്രസിൻ്റെ ഫങ്ഷൻ. നമ്മൾ അറിയാവുന്നത് മാത്രമല്ലല്ലോ, അറിയാൻ മേലാത്തത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു 5% ആണുള്ളൂ. ഒരു 95% നമുക്ക് അറിയത്തില്ലാത്തതാണ് നമ്മളുടെ ബോഡിയെക്കുറിച്ച് തന്നെ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഒന്നും എടുത്തു കളയാൻ അത്യാവശ്യമില്ല എങ്കിൽ എടുത്തു കളയാൻ പോകരുത്. അപ്പോൾ അതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ലേഡീസ് എല്ലാം കുറച്ച് ഫൈബ്രോയിഡ് ഉണ്ടെന്നോ അല്ല ഇത്തിരി ബ്ലീഡിങ് ഉണ്ടോ എന്നാൽ പിന്നെ ഇനി ക്യാൻസർ വരാതിരിക്കട്ടെ എന്ന് കരുതി എടുത്തു കളയുന്ന ആ ഒരു ടെൻഡൻസി മൊത്തത്തിൽ ഇപ്പം ജനറലി അത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അത് ഇനിയും നമ്മളത് കൂടുതൽ കുറച്ചു കൊണ്ടുവന്ന് നേരത്തെ കണ്ടുപിടിച്ച് ക്യാൻസറിലേക്ക് പോകാതെയും ഫൈബ്രോയിഡിലേക്ക് വലിയ മുഴയാകാതെയും കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ. ഇപ്പൊ ഈ ഫൈബ്രോയിഡ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫൈബ്രോയിഡ്സ് പോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസിൽ തന്നെയാണോ ഈ യൂട്രൈൻ ക്യാൻസറും ഡെവലപ്പ് ചെയ്യുന്നത്? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിനെ ലൈൻ ചെയ്യുന്നത്, അതായത് ഓരോ മാസവും പീരിയഡ്സ് വരുമ്പം ബ്ലഡ് വരുമല്ലോ, അതവിടെ ഷെഡിങ്, അതൊരു ക്ലീനിങ് അപ്പാണ് ഓരോ മാസവും ചെയ്യുന്നത്. അപ്പോൾ ആ എൻഡോമെട്രി എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ക്യാവിറ്റിയിൽ ലൈനിങ് പുറത്ത്, യൂട്രസിൻ്റെ പുറത്ത് ഓവറിയുടെ ചുറ്റും അല്ലെ യൂട്രസിൻ്റെ പുറത്തും ഒക്കെ ഒരു വളരുന്നൊരു സിറ്റുവേഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസിനകത്ത് ഒരു തരം ക്യാൻസർ വരാം, അത് ഓവറിക്കകത്തും ഒക്കെ വരാം. അത് അഡനോകാർസിനോമ ടൈപ്പാണ് വരുന്നത്. അത് വേറൊരു ടൈപ്പാണ്. എൻഡോമെട്രിയോസിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ മാസവും പീരിയഡ്സ് വരുന്നതിനകത്ത് ഈ ഉള്ളിലും ബ്ലീഡിങ് വരും. എന്നിട്ട് അതൊരു സിസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഓവറിയൻ ക്യാൻസർ വരാനുള്ള ചാൻസും ഉണ്ട്. യൂട്രൈൻ ക്യാൻസർ ഇവരെല്ലാം ഇൻഫെർട്ടിലിറ്റി ഉള്ളവരും കൂടെ ആയിരിക്കാം. കാരണം വന്ധ്യത എല്ലാവർക്കും വന്ധ്യത ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ചിലപ്പോൾ കുട്ടികളുണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഈ ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഒപ്പം തന്നെ അഡനോമയോസിസ് എന്ന് പറഞ്ഞ് വേറൊരു ഈ മസിലിനകത്ത് തന്നെ ഈ എൻഡോമെട്രിയം വളരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇതൊക്കെ പെൽവിക് പെയിനും മറ്റു പലതരം ഡിസ്കംഫർട്ടുകളും ഉണ്ടാക്കും. പിന്നെ ഇതിനകത്ത് ഈ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഇന്ന് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ചാൻസ് കൂടുതലുണ്ടെങ്കിൽ CA-125 എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കറുണ്ട്. അത് ഓവറിയൻ ക്യാൻസറിനും എൻഡോമെട്രിയൽ ക്യാൻസറിനും ഒക്കെ ഒരു മാർക്കറായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് നോർമലാണെന്ന് കരുതി 100% അവിടെ ചേഞ്ച് വരുന്നില്ല. ചിലർക്കൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് വരും. അപ്പം നമ്മൾ ഈ CA-125 ഒക്കെ നമ്മൾ നോക്കിയിട്ട് ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല. അത് ഇച്ചിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസറിലേക്ക് പോകാനുള്ള നമ്മുടെ ജീവിതശൈലി തെറ്റിയിരിക്കുകയാണ്. ജീവിതശൈലി കറക്റ്റാക്കിയാൽ ഈ CA-125 ഒക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഇടയ്ക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക, CA-125 നോക്കുക. അപ്പോൾ നമുക്ക് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടോ, ഓവറിയിൽ എന്തെങ്കിലും മുഴകളുണ്ടോ, യൂട്രസിൽ എന്തെങ്കിലും മുഴയുണ്ടോ, അത് ബിനൈൻ ആണെങ്കിലും
ക്യാൻസറസിന് ഉള്ള ചാൻസ് വളരെ കുറവാണ്. കൂടുതലും ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്തതാണ്. അപ്പോൾ ക്യാൻസർ അല്ലാത്തത് വരുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിരിക്കുകയല്ല. ക്യാൻസർ അല്ലാത്തതിനെ കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് പിന്നെ ഈ ട്യൂമർ മാർക്കറും അൾട്രാസൗണ്ടും നോക്കി അതിനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകാതെ നമ്മൾ നോക്കുക. അത് വെറുതെ പാസീവ് വെയിറ്റിംഗ് ആവരുത്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രായം കുറഞ്ഞവരിൽ ഈ യൂട്രൈൻ ക്യാൻസർ വരാനായിട്ട് ഉള്ള സാധ്യത കൂടുതലുള്ള അങ്ങനെ ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആൾക്കാർ കുറേ കൂടെ അത് ശ്രദ്ധിക്കാമല്ലോ. ഡെഫിനറ്റ്ലി ഏറ്റവും പ്രധാനം ഒബേസിറ്റി ഉണ്ടെങ്കിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. അതുപോലെ ഫാമിലിയിൽ അമ്മയ്ക്ക് യൂട്രൈൻ ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. PCOD, അതായത് പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പീരിയഡ്സ് ഇറഗുലർ ആകുമ്പോൾ ബ്ലീഡിങ്ങും വരികയില്ല. ഞാൻ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് 5-6 മാസം കൂടുമ്പം മരുന്നെടുത്താൽ വല്ലപ്പോഴും ഒക്കെ മാത്രം പീരീഡ് വരുന്നത്. അപ്പം അവരൊക്കെ നമ്മൾ എൻഡോമെട്രിയം അതിനകത്ത് വളരെ, അതായത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ഇറഗുലാരിറ്റി വന്നു കഴിയുമ്പം അവിടെ ഒരു 2 തരം ഹോർമോണാണ് റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ് ലേഡീസിനുള്ളത്. ഒന്ന് ഈസ്ട്രജനും മറ്റേത് പ്രൊജസ്ട്രോണും. ഈസ്ട്രജൻ ഇതിങ്ങനെ അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കും. പിന്നെ പ്രൊജസ്ട്രോൺ ആണ് അതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്ന് മന്ത് എൻഡ് ആകുമ്പോൾ 28 ദിവസം ആകുമ്പോൾ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുമ്പം ഈ ഷെഡിങ് വരും. എൻഡോമെട്രിയം ചെയ്തും വീണ്ടും ഓരോ പ്രാവശ്യവും വളർന്ന് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക ഓരോ മാസം. പക്ഷേ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്ന് പ്രത്യേകിച്ച് ഈ തൈറോയിഡിൻ്റെ അസുഖം, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ളവർ, PCOD ഉള്ളവർ, ഒബേസിറ്റി ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഇവർക്കൊക്കെ ചാൻസ് കൂടുതലാണ് ഓവുലേഷൻ നടക്കുകയില്ല. ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണും എല്ലാം ഇറഗുലറായി, FSH, LH, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എല്ലാം ഇറഗുലർ ആവും. പിന്നെ നമ്മുടെ ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആൻഡ്രോസ്റ്റെൻഡിയോൺ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഹോർമോണുകളുണ്ട്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഓവർ വെയിറ്റ്, ഒരു ഫാറ്റ് ആയിട്ടുള്ളവർ ഈ ഹോർമോണിനെ മാറ്റി ഈസ്ട്രജനാക്കും. അപ്പോൾ ഓവറിൽ ഈസ്ട്രജൻ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ഫാറ്റിനകത്തുനിന്ന് ഈസ്ട്രജൻ ഉണ്ടാകും. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ഒത്തിരി കൂടുകയും ചെയ്യും. പ്രൊജസ്ട്രോൺ വരണമെന്നുണ്ട് ഓവുലേഷൻ നടന്ന ശേഷം മാത്രമേ പ്രൊജസ്ട്രോൺ വരുള്ളൂ. ഓവറിൽ നിന്ന് വരണം, അതില്ലാതെ ആയിപ്പോവും. അങ്ങനെ വരുമ്പം എൻഡോമെട്രിയം ഓവറായിട്ട് വളരാൻ തുടങ്ങും. അത് തന്നെ സെയിം കാര്യം തന്നെ ബ്രസ്റ്റിനെയും ബാധിക്കാം. ഈസ്ട്രജൻ സെൻസിറ്റീവ് ആണ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ്. അപ്പം ഒരു മെയിൻ റീസൺ ഇന്നിപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും കൂടാനുള്ള മേജർ കാരണം നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നിരിക്കുന്നതാണ്. അതിൽ തന്നെ ഈ ഓവർ ഫാറ്റ്, ഇപ്പം നമ്മളൊരു 30 വർഷം അല്ലെ 50 വർഷം മുമ്പുള്ള സ്ത്രീകളെല്ലാം ഒരു ചെറുപ്പം 10, 18 അല്ലെ 20, 25 വയസ്സുള്ളവർക്ക് വളരെ ട്രിം ആയിരിക്കും. പക്ഷേ ഇപ്പം കൊച്ചു കുട്ടികൾ പോലും ഓവർ വെയിറ്റ് വരിക. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് വളരെ യങ് ഏജിൽ തന്നെ ക്യാൻസർ വരുവാണ്. എൻഡോമെട്രിയൽ ക്യാൻസർ വളരെ ഫൈബ്രോയിഡ്സ് നേരത്തെ വരുന്നു, എൻഡോമെട്രിയൽ ക്യാൻസർ നേരത്തെ വരുന്നു, ഒവേറിയൻ സിസ്റ്റുകൾ, ഒവേറിയൽ ക്യാൻസറിനേക്കാളും കൂടുതൽ ഒത്തിരി സിസ്റ്റുകൾ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈവൻ പോയി ഇപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ സിസ്റ്റ് കണ്ടാൽ അപ്പം പോയി സർജറി ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും, ഉള്ളിൽ അഡ്ഹഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ എപ്പോഴും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഒരു 3 മാസം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഫൈബ്രോയിഡ് കുറയുന്നുണ്ടോ, ഒവേറിയൻ സിസ്റ്റ് കുറയുന്നുണ്ടോ, ഇത് നോക്കി അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റിലേക്ക് പോകാൻ. പക്ഷേ ക്യാൻസർ ആണെന്ന് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ രീതിയിൽ വേണം നമ്മൾ. ശരിക്കും ഈ യൂട്രൈൻ ക്യാൻസർ നേരത്തെ ഡയഗ്നോസ് ചെയ്താലാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണത് നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത്? യൂട്രൈൻ ക്യാൻസർ 2 ടൈപ്പാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ഒന്ന് എൻഡോമെട്രിയൽ ക്യാൻസർ, മറ്റേത് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ മുഖം, അതായത് നമ്മൾ വെജൈനയായിട്ട് ഉള്ളിലേക്ക് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ക്യാൻസർ ഒരു ടൈപ്പാണ്, എൻഡോമെട്രിയത്തിൽ വരുന്നത് വേറൊരു ടൈപ്പാണ്. അപ്പം സെർവൈക്കൽ ക്യാൻസറിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാനൊക്കെ PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സെർവൈക്കൽ ക്യാൻസർ വന്നു 3rd സ്റ്റേജും 4th സ്റ്റേജും ഒക്കെ എത്തിയിരിക്കുന്ന പേഷ്യൻസിനെ ഒത്തിരി കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കതിന് പാപ്സ്മിയർ എന്നും പറഞ്ഞൊരു സ്ക്രീനിങ് ടെസ്റ്റ് വന്നു. അപ്പം അത് വരുമ്പോൾ തന്നെ അതൊരു 10-20 വർഷം കൊണ്ടേ അത് ക്യാൻസറിലേക്ക് പോകുള്ളൂ. അപ്പോൾ പാപ്സ്മിയർ വന്ന് സ്ക്രീനിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ വെച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. അതൊരു പാപ്പിലോമ വൈറസ് എന്ന് പറയും, ഒരു നമ്മൾ ഈ വാർത്തെന്ന് പറയല്ലേ, അരുമ്പാറ എന്നൊക്കെ പറയുന്നത്, ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസിൽ ചില വിഭാഗമാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം
അത് പ്രത്യേകിച്ച് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉള്ളവരിലാണ് ഇതും വരുന്നത്. എപ്പോഴും റെക്കറൻറ്റ് ഇൻഫെക്ഷനും ഒബേസിറ്റിയും ഒക്കെ ഉള്ള, അല്ലെ പുവർ ന്യൂട്രീഷനും സെഡൻറ്ററി ലൈഫും ഒക്കെ ഉള്ളവർക്കാണ് ഈ വൈറസ് ആണെങ്കിലും അത് വരുന്നത്. പക്ഷേ ബേസിക്കലി ഇത് വൈറസ് ആണ്. അതിൻ്റെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറിലേക്ക് കൊണ്ടുപോകുന്ന ഈ വൈറസാണ്. ഇപ്പം നമുക്കതിന് വാക്സിൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും WHO ഭാഗമായിട്ട് 57 കൺട്രീസിലെന്തോ ഇപ്പം നമുക്ക് ഈ സർവൈക്കൽ ക്യാൻസർ വാക്സിൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളും കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടുത്തെ പേഷ്യൻസ്, ഇവിടുത്തെ കുട്ടികൾ 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉള്ള കുട്ടികളെ, എനിക്ക് തോന്നുന്നു കുറച്ച് വർഷമായി അത് തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ വിതിൻ എത്രയോ വർഷത്തിനുള്ളിൽ എല്ലാ യങ്സ്റ്റേഴ്സിനെയും, യങ് ലേഡീസിനെയും 26 ഇയേഴ്സ് വരെ ഉള്ളവരെ അതിൻ്റെ വാക്സിൻ കൊടുത്ത്, അപ്പോൾ അതോടുകൂടി നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്ത് അവിടെയൊക്കെ ഓൾമോസ്റ്റ് നല്ല പെർസെൻറ്റേജിൽ അത് കുറയ്ക്കാൻ പറ്റി സർവൈക്കൽ ക്യാൻസർ. അത് വൈറസ് ആണ് അതിന് കാരണം. അതിനെ കറക്റ്റ് ചെയ്ത് വാക്സിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് 9 ഇയേഴ്സ് ടു 26 ഇയേഴ്സ് വരെയുള്ളതാണ്. സ്കൂളിൽ 9 to 14 നമ്മൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളത്. അല്ലാതെ 26 ഇയേഴ്സ് വരെ എടുക്കാം. പ്രത്യേകിച്ച് പ്രീ സെക്ഷൽ എക്സ്പോഷറിന് മുമ്പായിട്ട് എടുക്കണമെന്നുള്ളതാണ്. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ പീരിയഡ്സ് റെഗുലറായിട്ട് കൊണ്ടുപോവുക, ഒബേസിറ്റി ഇല്ലാതെ നിർത്തുക, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി ഇല്ലാതെ നിൽക്കുക. പിന്നെ നമുക്ക് ഫാമിലിയൽ ഹിസ്റ്ററി ഉള്ള ഒരു ലിഞ്ച് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാമിലിയലായിട്ട് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് വരാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മറ്റിക്കുലസ് ആയിട്ട് നമ്മൾ CA-125 ചെക്ക് ചെയ്യുക. അതുപോലെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമിലിയലായിട്ട് ഇങ്ങനത്തെ ഈ കോളൻ ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും യൂട്രൈൻ ക്യാൻസറും ഒക്കെ കൂടി വരാൻ പോസിബിലിറ്റി ഉള്ളത്. അതുപോലെ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുത്തുന്ന BRCA ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉള്ളവർക്കും ഇത് കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ എപ്പിജെനറ്റിക്സ് കറക്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ അത് നമ്മുടെ ജീനിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളതിന് എക്സ്പ്രഷൻ വരാതെ, അല്ലാതെ അത് അസുഖത്തിലേക്ക് പോകാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ യൂട്രൈൻ ക്യാൻസറും ഈ സെർവൈക്കൽ ക്യാൻസറും ഒക്കെ അങ്ങനെ പഴയ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ യങ്ങർ ഏജിൽ വരുന്നതായിട്ട്, അത് ശരിക്കും എന്തുകൊണ്ടാണ് ഏജ് ലോവർ ഏജിൽ വരുന്നത്? നമ്മളുടെ മൊത്തത്തിൽ വന്നിരിക്കുന്ന ലൈഫ് സ്റ്റൈലിലെ പ്രോബ്ലമാണ്. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം, ഏത് ക്യാൻസർ ആണെങ്കിലും അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന പ്രോബ്ലം കൊണ്ട് നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻ, അത് വൈറസും ആകാം. ഇപ്പം സർവൈക്കൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ വൈറസ് ആകാം. ഇപ്പോൾ പ്രീമാരിറ്റൽ സെക്സും ഒക്കെ കൂടി വരുന്ന കാലം ഇനിയിപ്പം നമ്മളത് കൂടുതൽ പ്രതീക്ഷിക്കണം. കാരണം യങ്ങർ ഏജിൽ സെക്ഷൽ ആക്ടിവിറ്റി വരികയും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ സർവൈക്കൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുട്ടികളെയൊക്കെ വാക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ അതിലേക്കുള്ള കൂടുതൽ വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റ് സർവൈക്കൽ ക്യാൻസറിന് വരും. കാരണം അതൊക്കെ കൂടി വരുവാണെങ്കിലും വാക്സിൻ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സേഫ് ആകാമെന്ന് വയ്ക്കാം. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ മെയിൻ ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ഡയബറ്റിസ്, ഒബേസിറ്റി കൂടുന്നു, ഹൈപ്പർ ടെൻഷന്, ഡയബറ്റിസ്, ഇതെല്ലാം കൂടുന്നതനുസരിച്ച് ക്യാൻസറിൻ്റെ സാധ്യതയും കൂടും. നമ്മൾ വളരെ നമ്മൾ വിഷമം വരുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 28 വയസ്സ് 26 വയസ്സിലൊക്കെ എൻഡോമെട്രിയൽ ക്യാൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പലപ്പോഴും നമ്മൾ ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് പലതും ചെയ്യാം. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറഞ്ഞ് ഉടനെ പോയി നമ്മൾ എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേഷ്യൻ്റ്, അതും ഐ ഫെൽറ്റ് വെരി ബാഡ്, ഒരു കറക്റ്റായിട്ട് പോയി എന്ന് എനിക്ക് തോന്നാത്തത്. മേ അല്ലാതെ ജനറലി പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അതൊരു ലേറ്റ് 28 to 29 ഇയേഴ്സേ ഉള്ളൂ. അവർക്കൊരു കുറച്ചൊരു ബ്ലീഡിങ് കൂടുതലുണ്ടായിരുന്നു കുറച്ച് മാസമായിട്ട്. ഒരു സ്കാനിങ് വന്നു. അവർ ന്യൂസിലൻഡോ അതർ കൺട്രിയാണ്, കാനഡയോ ന്യൂസിലൻഡോ വേറെ. അപ്പോൾ അവിടെ വെച്ച് അവർക്ക് ബ്ലീഡിങ് കൂടുതൽ വന്നു. അപ്പോൾ അവിടെ ഈ കാണിക്കാനും ഒക്കെ കുറച്ച് ഡിഫിക്കൽറ്റിയും കിട്ടാനും ഒക്കെ ഇതുണ്ടായി. പക്ഷേ അവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് അവർ നാട്ടിൽ വന്നു. നോക്കിയപ്പം ഓവറിയിൽ എന്തോ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. വിട്ടത് ഇത് ലുക്ഡ് ഇൻ ടു ആൻഡ് ഒരു ഓവറിയിലേക്ക് ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ഓവർ റിമൂവ് ചെയ്തു. അപ്പം മറ്റേ ഓവറിയിൽ ഈ എൻഡോമെട്രിയത്തിലും ക്യാൻസർ ഉണ്ടെന്ന് കണ്ടു. പക്ഷേ അവരൊരു 2 months വെയിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? എഗ്ഗ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം
ഇതൊരു ഹോർമോൺ റെസ്പോൺസീവാണ്. ഈ എഗ് ഹാർവ് IVFിനൊക്കെ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ എഗ്സ് ഉണ്ടാക്കിയിട്ട് അതിനെ എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഒരു വലിയൊരു റിസ്ക്കാണ്. രോഗം കൂടാനുള്ള സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏർലി സ്റ്റേജ് ആയിരുന്നിരിക്കുമ്പോൾ ആ ടൈമിൽ അവർ അത്രയും 2 മന്ത്സ് വെയിറ്റ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള കീമോതെറാപ്പി എടുത്തുകൊണ്ട് അവർക്ക് ലൈഫ് സ്റ്റൈലും കൂടെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ 2 മാസം കൊണ്ട് നമുക്ക് അസസ് ചെയ്യാം എന്തോരം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെയും ചെയ്യാമായിരുന്നു. ഈവൻ വിത്തൗട്ട് കീമോതെറാപ്പി തന്നെ ഈ 2 മാസം എനിവേ അവർ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു ഓവറിൽ നിന്നുള്ള എഗ്ഗിന് ഒരിക്കലും ഒരു ഹെൽത്ത് ഉണ്ടാവില്ല. നമ്മൾ ഒരുപക്ഷേ കുഞ്ഞിനും കൂടെ നമ്മൾ ഇങ്ങനത്തെ അബ്നോർമൽ ജീൻസ് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഈ 2 മന്ത്സ് ഫിയർ ഇല്ലാതെ അവർക്ക് 2 മന്ത്സ് വെയിറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആ ടൈം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഹോർമോൺ തെറാപ്പി എടുക്കാം. ഈ എൻഡോമെട്രിയൽ ക്യാൻസറൊക്കെ വളരെ ഹോർമോൺ റെസ്പോൺസീവാണ്. അവരുടെ ഓവറിയിൽ കണ്ടതും എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഇതാണ്. ഈ എൻഡോമെട്രിയത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ ഇഫക്റ്റാണ് കണ്ടത്. അപ്പം അത് ശരിക്കും ആ രീതിയിൽ നോക്കി ചെയ്താൽ മതിയാകുന്നതാണ്. പക്ഷേ ഇപ്പം അവർ വന്നപ്പോഴേക്കും അത് കഴിഞ്ഞു ഓവമൊക്കെ ഹാർവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ യൂട്രസും ഓവറിയും രണ്ടും എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം റേഡിയേഷനും കീമോതെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞൊരു സ്റ്റേജിലാണ് വരുന്നത്. അപ്പം അത് നമ്മൾ ഏത് ക്യാൻസർ ആണേലും പ്രത്യേകിച്ച് ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ആദ്യം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അവർക്ക് എത്ര വെയിറ്റ് ചെയ്യും, നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ നമുക്ക് 2-3 മാസമൊന്നും വെയിറ്റ് ചെയ്യണ്ട. 1 മാസം കൊണ്ട് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു. ഇനി ഇതിനകത്ത് CA-125 ഉണ്ട്, നമുക്കൊരു ട്യൂമർ മാർക്കർ ഉണ്ട്, അത് കുറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതും കുറയുന്നുണ്ടോ, എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് നമുക്ക് എവരി വീക്ക് വേണം നോക്കാം. അതൊന്നും വലിയ സൈഡ് ഇഫക്റ്റ് ഉള്ള ടെസ്റ്റ് അല്ല. അപ്പം അൾട്രാസൗണ്ട് വെച്ചിട്ട് മന്ത്ലിയോ വീക്കിലിയോ ഒട്ടോവർ നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നോക്കാം. CA-125 നോക്കിക്കൊണ്ടിരിക്കാം. കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർക്കണം. ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ്. അത് ഏത് ലെവലിലാണേലും ഫെർട്ടിലിറ്റി പ്രിസർവ് ചെയ്യണേലും അല്ലേലും ആ കാര്യം ആരും മറക്കാതിരിക്കുക എന്നുള്ളത്. അതിനാണ് ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിൽ അതിന് മറന്നു പോയിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ക്യാൻസറിൻ്റെ കാര്യം ഗ്രോയിങ് നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഈ കെമിക്കൽസിൻ്റെയും ഒക്കെ ടോക്സിൻസും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ യൂസേജ് പറയുമ്പോൾ ഈ കോസ്മെറ്റിക് യൂസേജും ഭയങ്കരമായിട്ട് പൊതുവെ കൂടുകയാണല്ലോ. അപ്പം ജനറലി ഒരു ഫിയർ ഈ കോസ്മെറ്റിക്സും അതിൻ്റെ എക്സസീവ് യൂസേജ് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. ഇന്നിപ്പം നമ്മൾ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, പണ്ടേ നമ്മൾ പറയുന്നതാണ് ഓവേറിയൻ ക്യാൻസർ. പഴയ കാലത്തൊക്കെ ഈ പൗഡർ കൂടുതൽ ഉപയോഗിക്കുമ്പം ലേഡീസൊക്കെ മുഖത്ത് പൗഡർ ഇടുന്ന പോലെ പ്രൈവറ്റ് ഏരിയയിലും പൗഡർ ഇടും. അത് ഓവേറിയൻ ക്യാൻസർ കൂട്ടുമെന്നും പണ്ടേ അറിയാവുന്ന കാര്യം. ഞങ്ങളൊക്കെ ഈ 1980s തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്. ജസ്റ്റ് ടാൽക്കം പൗഡർ അത് നമ്മളുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അത് ആ ഓവറിയിൽ എംബഡ് ചെയ്ത് അവിടെ ക്യാൻസർ വരാനുള്ള എപ്പിത്തീലിയൽ ക്യാൻസേഴ്സ് എന്ന് പറയും, അത് വരാനുള്ള സാധ്യത കൂട്ടുന്നു എന്നും ഡെക്കേഡ്സ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം ഒത്തിരി കൂടുവാണല്ലോ. അപ്പം അതിൽ പ്രത്യേകിച്ച് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഐ തിങ്ക് ഞാനൊരു വൺ ഇയർ ബാക്ക് എന്തോ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. US ഭയങ്കര ക്യാമ്പയിൻ നടക്കുകയാണ് അബൌട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ കാരണം നമ്മൾ ഇതിന് നമ്മളെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെയർ സ്ട്രെങ്തനിങ് കേളിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ കെമിക്കൽസ് ഉണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ടിന് വേണ്ടി കമ്പനീസിനെ സൂ ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ അഡ്വക്കേറ്റ്സ് അതിന് ക്യാമ്പയിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് ഇങ്ങനത്തെ പ്രശ്നം വന്നിരിക്കുന്ന ക്യാൻസർ വന്ന ലേഡീസിനെയും ഒക്കെ കൂട്ടി അപ്പോൾ ഈ കമ്പനീസിനെ ഈ കോസ്മെറ്റിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കമ്പനീസിനെയും ഒക്കെ സൂ ചെയ്യാൻ അത് കേസ് എവിടെ വരെ പോയെന്ന് എനിക്കറിയില്ല. ഈവൻ അതിനകത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യൻ കമ്പനീസും പലതും യുഎസിൽ ഈ കോസ്മെറ്റിക്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എഗെയിൻസ്റ്റ് കേസ് ഉണ്ടെന്നും പറഞ്ഞു തോന്നുന്നു. ബട്ട് കേസും അതൊക്കെ ലീഗൽ ഇഷ്യൂസ്. ബട്ട് ഈ ഹെയർ ട്രീറ്റ്മെൻറ്റും എല്ലാ കെമിക്കൽസും എല്ലാ കോസ്മെറ്റിക്സും നമ്മളുടെ ക്യാൻസർ പോസിബിലിറ്റി വർദ്ധിപ്പിക്കും. അതിൽ ഇതിൻ്റെ കാര്യത്തിൽ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പല സ്റ്റഡീസും തന്നെ വന്നിട്ടുണ്ട് അത് കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത്. അതിനെക്കുറിച്ച് ഈവൻ നമ്മുടെ ഹെയർ ഡൈ ഉണ്ടല്ലോ, അത് കിഡ്നി ഫെയിലിയറിനും അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും എൻഡോമെട്രിയം ഇത് മാത്രമല്ല, എൻഡോമെട്രിയം എപ്പോഴും പ്രോസ്റ്റേറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അത് മെയിലിൽ യൂട്രസ്, ഫീമെയിലിൽ യൂട്രസ്, മെയിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് പ്രോസ്റ്റേറ്റ്. ഇതിൻ്റെ എല്ലാം ക്യാൻസർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ
ഓർക്കുക. അപ്പം നമ്മൾ അത് നമ്മുടെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവരും ഓർക്കണം. ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലും നമ്മൾ കോസ്മെറ്റിക്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പേരൻസ് ആണല്ലോ അതും കുറച്ച് പ്രൊമോട്ട് ചെയ്ത് ഈവൻ കൊച്ചു കുട്ടികൾക്ക് പോലും ഇട്ട് ലിപ്സ്റ്റിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങും. അത് നമുക്ക് ക്യാൻസറും മറ്റ് എല്ലാ ഹെൽത്ത് പ്രോബ്ലംസും കൂട്ടുമെന്ന് നോക്കണം. ഇപ്പം പൊതുവെ ഒരു ധാരണ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അത് സേഫാണ് ടു യൂസ് ബിക്കോസ് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അത്രമാത്രം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം പറയുന്നത് ഒരു കോസ്മെറ്റിക് ഒന്നും അല്ലല്ലോ ഒരാൾ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത്, പലതായിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ചെറുപ്പത്തിലേ യൂസ് ചെയ്ത് തുടങ്ങുന്നു, പിന്നെ ഒരു വക ഹാബിച്വലായി മാറുന്നു എന്നൊക്കെ. ശരിക്കും അതിന് പക്ഷേ വേറെ ഓപ്ഷൻ, ഈ കോസ്മെറ്റിക്കിന് പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്? സി ഞാൻ ഒരു 1980s 90s ഞാനൊക്കെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കുന്ന കാലത്തെ വെച്ച് നോക്കുമ്പം ഏർലി 2000-ലൊക്കെ പോലും ഇപ്പം നമ്മൾ അത്രയൊന്നും ആരും ലിപ്സ്റ്റിക് ഇടാതെയോ ലിപ്സ്റ്റിക് ഒന്നും വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരു ഫൗണ്ടേഷൻ ഇട്ട് അത്രയൊക്കെ ഒരു കോസ്മെറ്റിക് യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു 30 years ബാക്കൊക്കെ ഒരു മോശമായിട്ട്, അതൊക്കെ ഒൺലി ഫോർ ഈ സിനിമക്കാരൊക്കെ പോലെയുള്ള അതുപോലെ സ്റ്റാർ ആയിട്ടുള്ളവർക്ക്, അവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്, അവർക്കത് ഇല്ലാതെ പറ്റില്ല, അവരുടെ ഒരു പ്രൊഫഷണൽ നീഡാണ്. അല്ലാതെ ആരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പേഷ്യൻസിനോട് നമ്മൾ കാരണം അവർക്ക് കിഡ്നി, പല ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഓൾറെഡി കിഡ്നി ഇതിലായിരിക്കും, അല്ല ക്യാൻസർ പേഷ്യൻ്റ്, അവരോട് നമ്മൾ ഡൈയും ഇങ്ങനത്തെ കാര്യമൊക്കെ ഒഴിവാക്കണമെന്ന് പറയുമ്പം എന്നാലും അവർ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഡൈ ഇട്ടിട്ട് വന്നിട്ടുണ്ടാകും. ഡോക്ടറെ എങ്ങനെയാണ് ഡൈ ഇടാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പം ഞാൻ ചോദിച്ചു വല്ല കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല, ഹോസ്പിറ്റലിലേക്ക് വരാനാ. അതിന് ഡൈ ഇട്ടിട്ടാണ് വരുന്നത്. അതിന് മോശമായിട്ട് തോന്നുന്നു. പുറത്തിറങ്ങുന്നത് അത് നമ്മളുടെ ഒരു അഡിക്ഷനാണ്. അതുപോലെ ലേഡീസ് ഇപ്പം പണ്ടൊന്നും നമ്മളിവിടെ സ്ഥിരമായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുന്നില്ല. അപ്പോൾ ഇപ്പം ലിപ്സ്റ്റിക് ഇടാതെ ലേഡീസിന് പുറത്തിറങ്ങും. ഹെയർ ഡൈ പറയാനില്ല, ഹെയർ ഡൈ ചെയ്യാതെ 60 വയസ്സല്ലെങ്കിൽ 70 വയസ്സാണെങ്കിലും 80 വയസ്സുള്ളവരും ഹെയർ ഡൈ ഇടാതെ ഇരിക്കുന്ന കാര്യം ഇപ്പം ചിന്തിക്കാൻ മേലാത്ത നിലയായി. അതുപോലെ ലിപ്സ്റ്റിക് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇമേജാണല്ലോ നമ്മളെക്കുറിച്ച് കാണുന്നത്. അല്ല അത് പിന്നെ ഇടാതെ ഇരുന്ന് കഴിയുമ്പോഴേക്ക് ഗ്രേ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥത ആകും. അത് ശരിയാണ്. ആദ്യം നമ്മൾ ബ്ലാക്ക് ആയിട്ടിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ബ്ലാക്കും ഗ്രേയും എല്ലാം കൂടെ വരുമ്പോൾ നമ്മളുടെ ആ ഈ ഇംപ്രഷൻ, നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനുള്ള വ്യത്യാസം വരുമ്പോൾ അത് വളരെ സ്ട്രോങ് അഡിക്ഷനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും അതിനൊന്നും മീഡിയയോ അങ്ങനെയുള്ളവരാരും അതിൽ വരില്ലല്ലോ. കാരണം എല്ലാവർക്കും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആൻറ്റി കോസ്മെറ്റിക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ഒന്നും നമ്മൾ ആരും പബ്ലിക് നിലയിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അവനവൻ അവെയർ ആകുക, അവനവൻ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞാനീ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കോസ്മെറ്റിക് ഹെയർ സ്ട്രൈറ്റനിങ് സാധനങ്ങൾ കുഴപ്പമുണ്ടാക്കുമോ? ഹെയർ ഡൈ പ്രോബ്ലം ഉണ്ടാക്കുമോ? നമുക്കിപ്പോൾ എല്ലാം ഫിംഗർ ടിപ്പിലുണ്ട്. ജസ്റ്റ് ഗൂഗിളോ ഏത് AI വേണേലും അടിച്ചു നോക്കിയാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളും ജസ്റ്റ് വെരിഫൈ. എന്നിട്ട് നമ്മൾ ഹെൽത്താണോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അതോ നമ്മൾ മറ്റുള്ളവരെ, നമുക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒന്നും ഇടുന്നത്. ബേസിക്കലി മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനാണ്. ശരിയാണ്, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരുന്ന എല്ലാവരെയും കാണാൻ ഭംഗി തന്നെയാണ്, മറ്റുള്ളവർക്ക് സന്തോഷം വരും, ഫ്രഷായിട്ടും വളരെ കെയർഡായിട്ടിരിക്കുന്ന ഒരു ഫീൽ വരും. പക്ഷേ അത് നമ്മളൊരു ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് മറക്കരുത്. ഇപ്പം പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ആയിട്ട് മരുന്നുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. അപ്പം ചിലപ്പം ലേഡീസിനാണെങ്കിലും അതുപോലെ ചില മെഡിസിൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ പറയുന്നത് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ടും മരുന്നുകൾ കഴിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയും ചെയ്താൽ അത് തന്നെ ഈ പറയുന്ന ക്യാൻസേഴ്സിനെ വരാനുള്ള സാധ്യത കൂട്ടുമെന്നാണ്. അപ്പോൾ അത് എന്തൊക്കെ അങ്ങനത്തെ മരുന്നുകളും ട്രീറ്റ്മെൻറ്റ്സുമാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ബോഡിക്ക് വേണ്ടത് ന്യൂട്രീഷൻ മാത്രം മതി. അത് ഓക്സിജൻ വേണം, വെള്ളം വേണം, പിന്നെ ഒരു 55 ന്യൂട്രിയൻസ് ഉണ്ട്. 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, 20 അമിനോ ആസിഡ്സ്, 4 ഫാറ്റി ആസിഡ്സ്,
പിന്നെ ഡയറ്ററി ഫൈബർ ആൻഡ് മിനിമം ലെവൽ ഗ്ലൂക്കോസ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെഡൻഡറി ലൈഫിൽ നമുക്ക് ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റ് അധികം ആവശ്യമില്ല. അപ്പം അതൊഴിച്ച് ബാക്കി എന്തും നമുക്ക് ടോക്സിനാണ്. ബാക്ടീരിയയും വൈറസും ആയിട്ട് വരുന്നത് ടോക്സിനാണ്. വൈറസ് നമ്മൾ കണ്ടു, വൈറസ് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കും. അതുപോലെ പല ക്യാൻസറും, ബ്ലഡ് ക്യാൻസറിനും ഒക്കെ കാരണം, ലിംഫോമ എന്നൊക്കെ പറയുന്ന ബ്ലഡ് ക്യാൻസറുകൾക്കൊക്കെ കാരണം വൈറസുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ മെഡിസിൻസ്, പല മെഡിസിൻസ് തന്നെയുണ്ട്. നമുക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വരുത്തുന്ന ചില ഹാർട്ടിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അമിലോഡറ എന്നൊക്കെ പറഞ്ഞ മരുന്നുണ്ട്. ഡയറക്ട്ലി എൻഡോമെട്രിയൽ സർവൈക്കൽ തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടാക്കാം. അപ്പം പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ ഈ രോഗമുള്ളവർക്കാണല്ലോ മരുന്ന് എടുക്കേണ്ടി വരുന്നത്. ഇപ്പം രോഗം തന്നെ നമ്മളുടെ ക്യാൻസർ സാധ്യത കൂട്ടും. പിന്നെ ഡയബറ്റിസ് ടൈപ്പ് 2 ഡയബറ്റീസിൽ തന്നെ ഇൻസുലിൻ 2 കാര്യങ്ങൾ നമ്മുടെ ക്യാൻസർ സാധ്യത കൂട്ടും. ഒന്ന് ടൈപ്പ് 2 ഡയബറ്റീസുകാരുടെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത്, 2 അവരുടെ ഇൻസുലിൻ കൂടുതലായിരിക്കും. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ക്യാൻസർ സാധ്യത കൂട്ടും. പിന്നെ നമ്മളുടെ ഈ മരുന്നുകൾ, ഡയബറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിലൊരു നല്ല ശതമാനവും 95% ഇൻസുലിൻ തന്നെയാണല്ലോ നമ്മൾ കുത്തിവെക്കുന്നത്. ഇൻസുലിൻ ഒരു ക്യാൻസറോജനിക് ഇതാണ്, ക്യാൻസറും ആക്കാം. അതുപോലെ ഈ ഫൈബ്രോയിഡ്സ് ഒക്കെ പോലെയുള്ളത് കൂടാൻ സെൽ മൾട്ടിപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏത് മുഴയാണെങ്കിലും സെൽ മൾട്ടിപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അത് ക്യാൻസർ ആകുമ്പോൾ അതും സെയിം തന്നെ. അപ്പം ഇത് ഈ സെൽ മൾട്ടിപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസുലിൻ നമ്മൾ തന്നെ ഇഞ്ചക്ഷനായിട്ട് എടുക്കുക. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, ആവശ്യം കൂടുതൽ ഇൻസുലിൻ ഉണ്ട്, എന്നിട്ടും നമ്മൾ ഇത് എടുക്കുക. അപ്പം നമ്മളുടെ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വഴി തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ അതിനെ ആര് കറക്റ്റ് ചെയ്യും എന്നുള്ളത് നല്ല ഗവൺമെൻറ് ലെവലിൽ വല്ലതും വന്നാലേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പല മെഡിക്കൽ ഇൻസുലിനൊക്കെ എന്തോരം ഇൻസുലിനാണ് ഉണ്ടാക്കുന്നത്. അത് മുഴുവനും ടൈപ്പ് 1 ഡയബറ്റീസിനാണ് ഇൻസുലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് എടുക്കുന്ന 90% ഓഫ് ദി ഇൻസുലിൻ ഇഞ്ചക്ഷൻസും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസാണ്. അപ്പം അത് സയൻസിന് എഗൻസ്റ്റാണ്. പക്ഷേ മെഡിക്കൽ പ്രോട്ടോക്കോളിൽ കിടക്കുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സ് പഠിക്കുന്നതും ഇൻസുലിൻ എടുക്കുക എന്നുള്ളതാണ്. എല്ലാം പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് പോകുന്നത്. കമ്പനീസാണ് എങ്ങനെയുള്ളതിന് ഉണ്ടാക്കുന്ന കമ്പനികൾ തന്നെയാണ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോട്ടോക്കോളിൽ കിടക്കുന്നതും ജനറൽ കൺസെപ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് ഡോക്ടേഴ്സിന് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അവനവൻ തന്നെ വേണം തീരുമാനിക്കാൻ. എനിക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എനിക്കിതിനകത്തുനിന്ന് മാറാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ അതും ക്യാൻസറുമായിട്ട് എന്താണ് കണക്ഷൻ? ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ഇതിൽ വരുമ്പം നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസറിലാണ് ഏറ്റവും പ്രധാനം. അതൊരു ഈസ്ട്രജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസറാണ്. അപ്പം നമ്മൾ ഈ പലർക്കും ഈ മെനപ്പോസൽ ടൈമിൽ ഹോട്ട് ഫ്ലഷസ് വരും. അതുപോലെ യൂട്രസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് ഫ്ലഷ് ഭയങ്കര ലേഡീസിന് വലിയ ബുദ്ധിമുട്ട് വരും. മെനപ്പോസൽ സിൻഡ്രോം എന്ന് പറയും. അത് വളരെ വളരെ ഡിസ്കംഫർട്ടിങ്ങാണ്. ഭയങ്കര പെട്ടെന്ന് ചൂട് വന്ന് ചിലപ്പോൾ തലകറങ്ങുന്ന പോലെയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ചിലപ്പോഴും ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് അവിടെയാണ് ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ്. അപ്പം അത് കുറച്ചുകൂടെ ലേഡീസിനെ യങ്ങായിട്ട് നിർത്താനും നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ടെക്സ്ചർ നിലനിർത്താനും ഒക്കെ ബെനിഫിഷ്യലായിരുന്നു. അതും വെരി ഹൈ ഡോസിൽ ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നു. അത് എൻഡോമെട്രിയൽ ക്യാൻസറിലേക്ക് പോയി. പക്ഷേ ഇപ്പം നമ്മൾ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ യൂട്രസ് ഉള്ളവർക്ക് ഈസ്ട്രജൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രൊജസ്ട്രോണും കൂടെ കൊടുത്തുകൊണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എടുക്കാനും പാടുള്ളൂ. യൂട്രസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ എടുത്തുകൊണ്ടേ പാടുള്ളൂ. പക്ഷേ അതുകൊണ്ട് അങ്ങനത്തെ ക്യാൻസറുകൾ ഇപ്പം കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് അത് വരികയില്ല. യൂഷ്വലി അതിൻ്റെ, അതായത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റിൻ്റെ പേരിൽ ഇപ്പം വരാറില്ല. പക്ഷേ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി എടുക്കുന്ന ഒരു ടമോക്സിഫിൻ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം 10 വർഷമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാൻസറുകൾ വരാനുള്ള, അതായത് അത് ഈ ഹോർമോണുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസറിന് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കണം. എൻഡോമെട്രിയൽ ക്യാൻസർ നമ്മൾ ഏർലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു എൻഡോമെട്രിയൽ ബയോപ്സി ഉണ്ട്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ട് എൻഡോമെട്രിയസിൻ്റെ തിക്നെസ് നോക്കിക്കൊണ്ടിരിക്കുക. അത് പോസ്റ്റ് മെനപ്പോസിലാണെങ്കിൽ, അതായത് പീരിയഡ്സ് നിന്ന് കഴിഞ്ഞ് മെനപ്പോസ് വന്ന ലേഡീസിലാണ് എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതലുണ്ടാകുന്നത്. കൊച്ചുകുട്ടികളിലും 28 വയസ്സിലും 25 വയസ്സിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റെയറാണ്. പക്ഷെ കൂടുതൽ വരുന്നത് പെരിമെനപ്പോസൽ ആൻഡ് പോസ്റ്റ് മെനപ്പോസൽ ലേഡീസാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഇത് നോക്കി, ഇപ്പം ഒരു അബ്നോർമൽ ബ്ലീഡിങ് ആണോ എൻഡോമെട്രിയം ചെക്ക് ചെയ്യുക.
എൻഡോമെട്രിയം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ഹൈപ്പർ പ്ലാസ്റ്റിക് എൻഡോമെട്രിയം എന്ന് പറയും. അപ്പോൾ അതിലൊക്കെയാണ് ഇന്നിപ്പോൾ ഹിസ്റ്റക്ടമി ചെയ്യുന്നത്. ശരിക്കും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്നുള്ള ഒരു ഡയഗ്നോസ് ആണ് ബയോപ്സിക്കകത്ത് വരുന്നതെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അവിടെ നമ്മൾ ഹോർമോൺ റീപ്ലേസ് ചെയ്യുന്ന ഈസ്ട്രജൻ അല്ല. നമുക്ക് ഈ ഹോട്ട് ഫ്ലഷിനും മെനപ്പോസൽ സിംറ്റംസിനാണ് ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊജസ്ട്രോൺ റീപ്ലേസ്മെന്റ് പലപ്പോഴും നമ്മളുടെ യൂട്രൈൻ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ അതായത് ആ പീരിയഡ്സ് കറക്റ്റ് യൂട്രസ് ഉണ്ടോ നമ്മൾ ആ പീരിയഡ്സ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈവൻ ഏർലി സ്റ്റേജ് ഇപ്പം നമ്മൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഉണ്ട്, പിന്നെ ഒരു അഡനോമാറ്റൽ ഹൈപ്പർപ്ലേസിയ ഉണ്ട്. ഇതൊക്കെ പ്രീ ക്യാൻസറസ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ആ സ്റ്റേജിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഈ പ്രീ ക്യാൻസർ സ്റ്റേജൊക്കെ നമുക്ക് ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് പ്രൊജസ്ട്രോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വെച്ചിട്ട് നമുക്ക് ക്യാൻസറിനെ തടയാൻ പറ്റും. സോ പല രീതിയിൽ നമുക്ക് ഹോർമോൺസിനെ ബെനിഫിഷ്യലായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേറൊരു ഇതും കൂടെ ഉള്ളത് ഈ തൈറോയിഡിന് വേണ്ടിയിട്ട് കഴിക്കുന്ന തൈറോക്സിൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പല സ്റ്റഡീസും വരുന്നുണ്ട് ഈ തൈറോയിഡിന് വേണ്ടിയിട്ട് ഈ ക്യാൻസർ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ക്യാൻസർ പോസിബിലിറ്റി കൂടുന്നു എന്നുള്ളത്. അത് മെഡിസിൻ്റെതാണോ അതോ ആ ഒരു അസുഖമാണല്ലോ, ആ അസുഖം തന്നെ നമുക്ക് ക്യാൻസർ പോസിബിലിറ്റി കൂട്ടുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഒരാളുടെ ഹോർമോൺ ബാലൻസ്, ആ ഹോർമോൺ ബാലൻസ് ശരിക്കും പറഞ്ഞാൽ തെറ്റിക്കിടക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനും അല്ലെങ്കിൽ വീണ്ടും വരാനും ഉള്ള സാധ്യതയൊക്കെ കൂട്ടുന്നു എന്ന് പറയുന്നു. ഈ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതാണോ ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി? യെസ്, ഹോർമോൺ റീപ്ലേസ്മെന്റ് നമ്മൾ പറയുന്നത് എപ്പോഴും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ്. ഇപ്പം തൈറോയിഡിന് കുറവുണ്ട്, തൈറോയിഡ് കൊടുക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് ആണ്. യൂട്രസും ഓവറി എടുത്തു കളഞ്ഞ ആൾക്ക് പെട്ടെന്ന് യൂട്രസും ഓവറിയും കൂടെ എടുത്തു കളഞ്ഞു വട്ടവർ കൂടുതലും ഇപ്പോൾ ഈ ഫൈബ്രോയിഡിനും എൻഡോമെട്രിയൽ ജസ്റ്റ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വരുന്ന ബ്ലീഡിങ്ങിനുമാണ് ഇത് എടുത്തു കളയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഓവറിൽ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ ഓവറിയും കൂടെ എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഹോർമോൺ ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഹോട്ട് ഫ്ലഷ് അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇവൻ മെൻ്റലി പോലും അപ്സെറ്റായി ഡിപ്രഷനോ ആൻസൈറ്റിയും എല്ലാ കാര്യങ്ങളും കയറി വരും. അപ്പോൾ ഓവറിയും കൂടെ എടുത്തു കളയുന്ന യൂട്രസ് കഴിയുമ്പോഴേക്കും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ്. പിന്നെ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റിനേക്കാളും കൂടുതൽ പ്രൊജസ്ട്രോൺ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പ്രൊജസ്ട്രോൺ ഒരു പ്രഗ്നൻസിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ആ എൻഡോമെട്രിയത്തിൻ്റെ ആ കറക്റ്റ് ഇൻറ്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ട ഹോർമോണാണ്. ഈസ്ട്രജൻ കൂടി പലപ്പോഴും എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസേഴ്സ് എല്ലാം ഉണ്ടാകുന്നത് ഈ പ്രത്യേകിച്ച് എൻഡോമെട്രിയൽ ക്യാൻസറോ അല്ലെ ഫൈബ്രോയിഡ്സോ ഉണ്ടാകുന്നത് ഈ ഈസ്ട്രജൻ കൂടുകയും പ്രൊജസ്ട്രോണിൻ്റെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ബേസിക്കലി നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺ മുതലേ അവിടെ തെറ്റുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൽ നിന്നുള്ള FSH LH മുതൽ LH കൂടാൻ തുടങ്ങും, പിന്നെ ഈസ്ട്രജൻ കൂടാൻ തുടങ്ങും, പ്രൊജസ്ട്രോൺ കുറയും. അപ്പം ഈ ഇംബാലൻസുകളാണ് പലപ്പോഴും ക്യാൻസറിലേക്ക് പോകുന്നത്. അതുണ്ടാക്കുന്ന ന്യൂട്രീഷണൽ അതുണ്ടാക്കുന്ന ജനറ്റിക് മ്യൂട്ടേഷൻസ് ആണ്. ഇതിനൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം തെറ്റുകയാണല്ലോ. അപ്പോൾ ടോക്സിൻ ലെവൽ എയർ മുതൽ വാട്ടർ മുതൽ എല്ലാം പൊള്യൂഷൻ കൂടുകയാണ്. നമ്മുടെ ഫുഡ് പൊള്യൂഷൻ കൂടുകയാണ്. എന്തോരം കെമിക്കൽസാണ് നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഒരാൾക്ക് ജനറലി സേഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ബ്രെഡ് മേടിച്ചാൽ അതിനകത്തിട്ടിരിക്കുന്ന കെമിക്കലുകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഒരു 10-15 എണ്ണം കാണും. അതുപോലെ ഇപ്പം നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കണം, അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എല്ലാം കെമിക്കൽസാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ പലപ്പോഴും അതൊക്കെ വായിക്കാൻ എല്ലാവരും റെഡി ആവണം. നമ്മളുടെ എത്ര ഫുഡിനകത്താണെങ്കിൽ നമ്പറാണ്, പലപ്പോഴും നമ്പറുകളായിരിക്കും. N200 200 201 ഇങ്ങനെ പല. അതുപോലെ കളറിങ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, അത് തന്നെ കളറിങ് ഏജൻസും പ്രിസർവേറ്റീവ്സും കോസ്മെറ്റിക്സിലും ഉണ്ട്. അത് കൂടാതെ വേറെ കുറേ കെമിക്കലുകളും ഉണ്ടാകും. ഇതെല്ലാം നമ്മളുടെ ബോഡിയിലേക്ക്, നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഹെയറിൽ അപ്ലൈ ചെയ്താൽ ഇതെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സ്കിന്നും ഹെയറും ഒന്നും ഇന്നേർട്ടാണെന്ന് കരുതരുത്. അതിനൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാമാണ് നമുക്ക് ഒരു സൈഡ്. പിന്നെ നമുക്ക് പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഈ പൊള്യൂട്ടൻസ് ഇൻ ഫുഡും എയറും വാട്ടറും കോസ്മെറ്റിക്സും അതിലെ കെമിക്കൽസും എല്ലാം കൂടെയാണ് നമ്മളെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ വന്ന് DNA ഡാമേജ് വന്ന് അത് പതുക്കെ 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 ക്യാൻസറിലേക്ക് പോകും. ഈ ക്യാൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, സർജറി ചെയ്തു, റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിമിഷനിലാണ്. ഇപ്പം
വേറൊന്നും നമുക്ക് സ്കാനിലൊന്നും കാണുന്നില്ല എന്ന് വന്നാലും പിന്നെ എന്താണ് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ വീണ്ടും വരാതിരിക്കാനായിട്ട് മാക്സിമം എന്താണ് പേഷ്യൻറ്റിന് ചെയ്യാൻ സാധിക്കുക? ക്യാൻസറിൻ്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ യൂട്രസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് യൂട്രസിൽ ക്യാൻസർ വരുന്നു. അത് നാച്ചുറലി. യൂട്രസ് ഇല്ലെങ്കിൽ പിന്നെ യൂട്രസിൽ ക്യാൻസർ വരികയില്ല. പക്ഷേ എന്നാലും അങ്ങനെയും പറയാൻ പറ്റൂല. യൂട്രസ് എടുത്തു കളഞ്ഞവർക്ക് പിന്നെയും സെക്കൻഡറി വരുന്നില്ലേ? ഓവറി എടുത്തു കളഞ്ഞിട്ട് പിന്നെയും ക്യാൻസർ റെക്കറൻസ് വരുന്നില്ലേ? അപ്പം അതിൻ്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജനറ്റിക് മ്യൂട്ടേഷൻസ് വന്നിരിക്കുന്നതാണ്. അപ്പം നമ്മളുടെ ഈവൻ സ്റ്റെം സെൽസിൽ പോലും ആ മ്യൂട്ടേഷൻസ് കയറി കിടക്കുന്നുണ്ടാവും. അപ്പം അത് വീണ്ടും നമ്മൾ അതിനെ സ്റ്റെം സെൽസിലേക്ക് യൂഷ്വലി അങ്ങനത്തെ കാര്യങ്ങൾ കയറി വരികയില്ല. അപ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ഈ ടോക്സിൻസും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഒക്കെ വരുമ്പം ഈ സെല്ല് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പുതിയ വരുന്ന സെല്ലുകൾക്ക് ഡാമേജ് വരും. ഡാമേജ് ഉള്ള സെല്ലിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ കണ്ടുപിടിച്ചതിനെ കൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ പല അസുഖങ്ങൾ പ്രത്യേകിച്ചും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പിന്നെ അതിൻ്റെ മരുന്നുകളും ഈ മരുന്നുകളും നമുക്കൊരു ടോക്സിനാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതും ഒരു സ്ട്രെസ്സാണ്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പം നമ്മുടെ ബോഡിയിൽ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടി മൾട്ടിപ്പിൾ അസുഖങ്ങളും മൾട്ടിപ്പിൾ മരുന്നുകളും പിന്നെ അതിൻ്റെ കൂടെ ഈ ഫുഡിലെയും കെമിക്കൽസും എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് താങ്ങാനാകാത്തത്രയും വരുമ്പം അതൊക്കെ ക്യാൻസറുകൾ വന്നു തുടങ്ങും. അതായത് ഏത് ക്യാൻസർ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്യാൻസർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയായാലും എടുത്തു കളയുക എന്നുള്ള ഒറ്റ ഒരു ഇതിലാണ്. നല്ലൊരു ശതമാനവും ക്യാൻസറിന് വേണ്ടിയിട്ടല്ല, ക്യാൻസർ എന്ന് സംശയിച്ചാണ് നമ്മൾ പല സർജറിയും ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ അവയവങ്ങളും നമുക്ക് വേണ്ടത് തന്നെയാണ്. ആദ്യം നമ്മൾ സംശയിച്ച് സർജറികൾ ചെയ്ത് നമ്മുടെ അവയവങ്ങൾ എടുത്ത് കളഞ്ഞാൽ നമുക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മളുടെ ഇന്നത്തെ യൂട്രസ് ഒരു 60 വയസ്സുള്ള ലേഡിയുടെ യൂട്രസ് പോലും അവരുടെ മക്കളുടെ കുഞ്ഞിനെ ഉണ്ടല്ലോ സറോഗേറ്റ് യൂട്രസും ഒക്കെ. അപ്പോൾ ചിലപ്പോൾ മക്കൾക്കൊരു ഫെർട്ടിലിറ്റി പ്രോബ്ലം വന്നാൽ അവരുടെ യൂട്രസിന് അവരുടെ കൊച്ചുമക്കളെ പ്രസവിപ്പിക്കാനുള്ള സാധ്യത പോലെയുള്ള കാലം. അപ്പോൾ ഒരു അവയവവും യൂട്രസിനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മളുടെ യൂട്രസ് ചിലപ്പോൾ പ്രയോജനപ്പെടുമെന്ന് ഓർക്കണം. അപ്പോൾ ഒരു അവയവം എടുത്തു കളയാതെ നോക്കാം. അതിൻ്റെ അല്ലാതെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം ക്യാൻസർ വന്നു എടുത്തു കളഞ്ഞു, അപ്പം വല്ല ക്യാൻസർ സസ്പിഷൻ ആയിട്ടാണെങ്കിലും നമ്മൾ എടുത്തു കളഞ്ഞു. ക്യാൻസർ വരുമെന്ന് ഫിയർ കൊണ്ടാണല്ലോ നമ്മൾ എടുത്തത്. അപ്പം നമ്മളുടെ ഒരു ജീവിതശൈലിയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ ടോക്സിൻസ് കൂടുതലുണ്ടാകാം, നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാം. അത് നോക്കി കറക്റ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എല്ലാ ക്യാൻസർ സർവൈവേഴ്സും ചെയ്യേണ്ടത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ തകരാറുകൾ എന്താ, അവരുടെ ബോഡി കോമ്പോസിഷൻ്റെ കുഴപ്പങ്ങൾ എന്താ, അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ ഒന്നും കൂടെ റെക്കറൻസ് വരാതിരിക്കാനായിട്ട് പ്രൈമറിലി ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരു ക്യാൻസറിൻ്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സിൻ്റെ കാര്യമാണെങ്കിലും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ പേഷ്യൻ്റ് ആണെങ്കിലും മാക്സിമം മനസ്സിലാക്കി എടുക്കാൻ നോക്കണം. ആ രോഗം അവരുടെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്, കൂടാതെ അവർക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അവരുടെ എഫേർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.